വയനാട് മുത്തങ്ങയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വനപാതയിലൂടെയുള്ള യാത്രയ്ക്കിടെ റോഡിലിറങ്ങിയ 2 ആന്ധ്ര സ്വദേശികളെയാണ് ആന ഓടിച്ചത്. നിലത്ത് വീണ ഒരാളെ ആന ചവിട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തലപ്പുഴ സ്വദേശി സവാദാണ് ഈ ദൃശ്യം പകർത്തിയത്. ലോറിക്ക് വിചാരിച്ച് നടക്കും. ലോറിക്ക് വിചാരിച്ച് നടക്കും. ലോറിക്ക് വിചാരിച്ച് നടക്കും. കമൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. കാരണം ആ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്ന നമ്മുടെ നെഞ്ച് പിടയ്ക്കുന്നു, നെഞ്ചുലയുന്ന കാഴ്ചയാണ്. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞതും ആനയുടെ മുന്നിൽ നിന്നവർക്ക് രക്ഷപ്പെടാനായിട്ടുണ്ട്? പിന്നീട് എന്താണ് സംഭവിച്ചത്? ആനത്തെ തുരത്തിയോ? പ്രജീഷ്, ഇന്നലെയാണ് ഈ സംഭവം. വയനാട് മൈസൂർ ദേശീയപാതയിൽ മുത്തങ്ങയ്ക്ക് അടുത്ത് വെച്ചാണ് ഇത് ചിത്രീകരിച്ചതെന്നാണ് വീഡിയോ ചിത്രീകരിച്ച സവാദ് പറയുന്നത്. സവാദും കുടുംബവും ഊട്ടിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ആ യാത്രക്കിടെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം മുന്നിൽ കണ്ടതും സവാദ് വീഡിയോ എടുത്തതും. ആന്ധ്ര സ്വദേശികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് വാഹനത്തിന്റെ നമ്പറിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ അപകടം സംഭവിച്ചിട്ടില്ല. അവർ ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വിവരം. വനംവകുപ്പ് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴും പൂർണ്ണമായും ഈ ആളുകളുടെ ഭാഗത്താണ് തെറ്റ്. കാരണം വന്യജീവി സങ്കേതത്തിൽ കൂടി കടന്നു പോകുന്ന റോഡുകളിൽ വാഹനം പാർക്ക് ചെയ്യാനോ പുറത്തിറങ്ങാനോ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ട്. വയനാട് അതിർത്തിയിലുള്ള തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വന്യജീവി സങ്കേതങ്ങളിൽ വനംവകുപ്പ് ഇക്കാര്യത്തിൽ കർശനമായ നടപടി. കമൽ എന്തായാലും കാര്യങ്ങൾ പകർന്നു നൽകുകയായിരുന്നു, വിവരിക്കുകയായിരുന്നു. അതിനേക്കാളുപരി ആധികാരികമായി പറയാൻ കഴിയുക ദൃശ്യങ്ങൾ പകർത്തിയ ആൾക്ക് തന്നെയാണ്. സവാദ്, ആ ദൃശ്യങ്ങൾ പകർത്തിയ വ്യക്തി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സവാദ്, ഈ കാഴ്ച കാണുമ്പോൾ വല്ലാത്ത ഞെട്ടലാണ് ഈ ആളുകൾക്കെല്ലാം ഉണ്ടാകുന്നത്. 2 യുവാക്കൾ രക്ഷപ്പെടുന്ന തലനാടിലേക്ക് ഒരാളെ ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പകർത്താൻ കഴിഞ്ഞത്? പകർത്തിയപ്പോൾ കണ്ട ആ അനുഭവങ്ങളൊന്ന് പ്രേക്ഷകരോട് പങ്കുവെച്ചാൽ. ഹായ്, എൻ്റെ പേര് സവാദ്. ആക്ച്വലി ഞാൻ ഇത് എടുത്തത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നുള്ള രൂപത്തിലായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് ഇത്രക്ക് വൈറലാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്തായാലും ഇത് വീഡിയോ കാണുന്നവർക്ക് ഇതൊരു മുൻകരുതൽ എടുക്കണം. പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശമുണ്ട്. ഫോറസ്റ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിർത്തരുതെന്നും ഫോട്ടോ വണ്ടിയിൽ പുറത്തിറങ്ങരുതെന്നൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോ എടുത്ത് അയച്ചാൽ അത് ഇനി വരുന്നവർക്ക് അതൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് കരുതിയിട്ട് അയച്ചാണ്. സവാദ്, ആ ഒരാളെ ആന ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലൊക്കെ വലിയ ദാരുണമായ ഒരു നിമിഷമായിരിക്കാം പിന്നീട് സംഭവിക്കുക. ആന എന്തായാലും അത് മാറുന്നു. അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്? അത് തീർച്ചയായും ഇതിലുള്ള ഇത് കണ്ടു നിൽക്കുന്നവരുടെ നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് നമ്മുടെ സുരക്ഷയും കൂടി ബാധിക്കുമല്ലോ. കുറച്ച് വലിയ വണ്ടിയായിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നിർത്തിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ട് എന്റെ വണ്ടിയുടെ ബാക്ക് ഗ്ലാസ്സിലൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ കാറിന്റെ മുന്നിലാണ് എന്റെ വീഡിയോ ഉള്ളത്. അപ്പൊ ഞാൻ ബാക്ക് ഗ്ലാസ്സിലൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോ ശരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്താകും എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയിലായിരുന്നു. പെട്ടെന്നൊരു ലോറി ആ വഴി കടന്നു വന്നുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ആളവിടുന്ന് രക്ഷപ്പെട്ടാണ്. സവാദ്, ഈ വന്യജീവി സങ്കേതത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സുരക്ഷ ഈ വന്യജീവി ഒക്കെ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു മേഖലയിൽ ചില ശ്രദ്ധ നമ്മൾ തന്നെ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരു അശ്രദ്ധ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സത്യമാണോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ ഒരാൾ ഇറങ്ങി ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ അതൊരിക്കലും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് നിരോധിച്ചാണ്, അത് അനുവദനീയമല്ല എന്നുള്ളത് കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് അപ്പോ ഇനി ഈ വഴി വരുന്നവർക്ക് അതൊരു ഇൻഫോർമേറ്റീവ് ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അത് എത്രത്തോളം അതിന്റെ ഒരു ഇത് എനിക്ക് പറയാൻ കഴിയില്ല.
തീർച്ചയായും എത്ര പേരുണ്ടായിരുന്നു ആ വാഹനത്തിൽ എന്നാണ് മനസ്സിലായി? 2 പേരാണ് പുറത്തേക്ക് ഇറങ്ങി അവരോട് അവര് പുറത്ത് പാർക്ക് ചെയ്ത് നിന്നവരായിരിക്കണം. അപ്പൊ എന്തായാലും 2 പേര് പുറത്തും ഒരാൾ വണ്ടിയിലും ഡ്രൈവറുണ്ട്. എന്തായാലും 3 പേരുണ്ടാവും. 3 പേരുണ്ടാവര്. ഒരാള് ഡ്രൈവ് ചെയ്തിരുന്നു. പെട്ടെന്ന് ആന വയലന്റ് ആയി അവരുടെ അടുത്തേക്ക് വന്ന സമയത്ത് അവർക്ക് വീണ്ടും പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറാൻ സാധിച്ചില്ല. കാരണം ഞാൻ ഈ ശ്രദ്ധക്കുറവുണ്ടായതെന്ന് പറയാൻ കാരണം ഇത്തരം മേഖലകളിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ഇടാൻ പാടില്ല. കാരണം ആനയുടെ വരവ് എപ്പോഴാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളുടെയൊക്കെ വരവ് എപ്പോഴാണെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് ഒരു പക്ഷേ സംഭവിച്ചിരിക്കാമല്ലോ. സ്പെഷ്യലി ആനയൊക്കെ ഇങ്ങനെ അടുത്ത് തന്നെ ഫാമിലിയുടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വണ്ടി നിർത്തിയിരുന്നത് വളരെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ സവാദ് ഇപ്പോൾ ഈ എടുത്ത ഈ ദൃശ്യങ്ങൾ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആണെന്ന് പറയാൻ കാരണം. അതെ അതെ. സവാദ് ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ആളാണോ പതിവായി? ഞാൻ വയനാട്ടുകാരനാണ്. പോരാത്തതിന് നമ്മൾ നാഷണൽ സർവീസ് സ്കീമിലൊക്കെ വർക്ക് ചെയ്തത് കൊണ്ട് ഒരുപാട് ഫോറസ്റ്റിലൊക്കെ ഫോറസ്റ്റ് അധികൃതരുടെ കൂടെ ക്യാമ്പൊക്കെ ചെയ്തിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് വിവരങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇടാൻ കാരണം. പ്രത്യേകിച്ച് ഈ സംഭവത്തിന് ശേഷം ഈ ഓടുന്ന ആളുകളെ ഈ രക്ഷപ്പെട്ടവരെ നേരിൽ കണ്ടോ? അവരോട് സംസാരിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അവര് ഇത് എടുത്തതിന് ശേഷം വീണ്ടും ആ ലോറി വന്ന സമയത്ത് ആന തിരിച്ചു പോയി വീണ്ടും അവർ വണ്ടിയിലോട്ട് കയറി കെട്ടില്ല. വീണ്ടും അവർ ആ ബാക്കിലോട്ട് തന്നെ നടന്നു പോകണ്ടേ. ഒരുപക്ഷെ അവരെ ചെരുപ്പോ ഫോൺ എന്തെങ്കിലും നിലത്ത് വീണതാവാം. അതല്ലെങ്കിൽ ഇത് വേറെ എന്താണ് ഉദ്ദേശം എന്നറിയില്ല. അപ്പൊ ഇതുകൂടെ കണ്ടപ്പോൾ പിന്നീട് നമ്മളൊരു സുരക്ഷയോടെ നോക്കിക്കൊണ്ട് നമ്മൾ അവിടുന്ന് വണ്ടി അവിടെ നിന്നില്ല. നമ്മൾ പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഈ ഒരു ആന മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? അല്ല, ആന ഫാമിലി അടക്കം, ആനയുടെ കുട്ടിയടക്കം ഉണ്ടായിരുന്നു. ഒന്നാണ് ഇത്തരത്തിൽ വയലന്റായി പാഞ്ഞെടുത്തത്. അതെ അതെ. ഞാൻ ഒരുപാട് ലോങ്ങിലാണ് എന്റെ ഫോണിന്റെ സൂം ചെയ്തിട്ടാണ് ഇത്രയും ഒരു ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും പകർത്തുമ്പോഴും സവാദിന് ഒരു ഭയം ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായും എന്നൊരു ഭയമുണ്ട്. പിന്നീട് എന്റെ വണ്ടി കുറച്ച് വലിയ വണ്ടി കൂടെയാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടി സേഫായി തോന്നി. പിന്നീട് ഫോണില് അത്രയും സൂം ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം ലോങ്ങിലാണ് ഞാൻ ഉള്ളത്. പിന്നീട് ഞാൻ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായില്ല. ഈ വീണ ആൾക്ക് മറ്റെന്തെങ്കിലും പരിക്ക് പറ്റിയതായി മനസ്സിലാക്കിയിരുന്നോ? ഇല്ല, അറിയില്ല. നമ്മളവിടെ അധികം നിർത്തിയില്ല. നമ്മൾ നിർത്തിയല്ല ഒന്നാണ് അവിടെ ആന ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അവിടെ നിർത്തുന്നത് നമ്മളൊരു സുരക്ഷ. ഒന്നാമത് ഫാമിലി ഒക്കെ ഇല്ല വണ്ടിയില്. എന്റെ കസിനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. കാരണം ഇത്രയധികം ഇങ്ങനെ ആന ഓടിക്കുന്നു, വീഴുന്നു. എനിക്ക് തോന്നുന്നു ആനയ്ക്ക് ആ ദിശ തെറ്റിപ്പോയതാണോ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മറ്റൊരു ദാരുണ സംഭവത്തെ കൂടി ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നു അല്ലേ? തീർച്ചയായും ഒരുപക്ഷെ ആ ലോറി അവിടെ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആനയുടെ ശ്രദ്ധ മാറിയത്. എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം കഴിച്ചിലായതാണ്, രക്ഷപ്പെട്ടതാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഇനിയും ആയുസ്സിന് ബലമുണ്ടല്ലേ എന്നേ നമുക്ക് പറയാൻ കഴിയൂ. ഒരുപാട്. അതെ. ഈ സവാദ് ഇതുവഴിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടത്തോടുകൂടി ആനകളൊക്കെ വന്നു പോകുന്ന സമയം, അതുവഴി വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് സാധാരണ? എങ്ങനെ മനസ്സിലായില്ല? സവാദ് ഇതുവഴിയൊക്കെ പോകുമ്പോൾ കൂട്ടത്തോടെ ഇങ്ങനെ ആന പോകുന്നതൊക്കെ കാണാറുണ്ടോ? അല്ല, ഞാന് വയനാട് മാനന്തവാടി സ്വദേശിയാണ്. പുറത്തേക്ക് ഞാൻ ഗൾഫിലാണ്. ഞാനിപ്പോ വെക്കേഷനിൽ വന്നതാണ്. അപ്പൊ വലിയ പരിചയമില്ല സ്റ്റേഷനെ കുറിച്ചിട്ട്. ഞാൻ ഊട്ടിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇത് പകർത്തിയത് കൊണ്ടൊരു മറ്റ് ഷോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ നൽകുക എന്ന ലക്ഷ്യമായിരുന്നു അല്ലേ സവാദ്? അല്ല, തീർച്ചയായും അതൊരു ഇൻഫോർമേറ്റീവ് എന്ന രൂപത്തിലാണ് ഞാൻ ചെയ്തത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രത്തോളം ഞാൻ നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് എന്ന രൂപത്തിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. പക്ഷെ എന്തായാലും ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇത് വൈറലായി എന്നതിന് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരുപാട് പേർക്ക് മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം ഈ സവാദ് പറഞ്ഞതുപോലെ പലരും ആനയ്ക്ക് നേരെ പ്രകോപനം സൃഷ്ടിച്ച്, അല്ലെങ്കിൽ അങ്ങോട്ട്, ഇത് വന്യജീവിയാണല്ലോ, അതിന് അതിൻ്റെതായ ഒരു ആവാസ വ്യവസ്ഥയാണത്. അതിൻ്റെതായ ശാന്തതയോടുകൂടി പോകുന്ന സമയത്തൊക്കെ കൗതുകത്തോടെ, അല്ലെങ്കിൽ ഈ വൈറലാക്കാൻ വേണ്ടിയൊക്കെ വീഡിയോ ഒക്കെ നിർമ്മിച്ചുകൊണ്ട് വൈറലാക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ശ്രമമൊക്കെ നടത്തുന്ന തെറ്റായ പ്രവണതകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഭാഗം കൂടിയാണോ ഇവരിന്ന് നിർത്തിയിട്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു മേഖലയിൽ നിർത്താൻ പാടില്ലായിരുന്നു? അല്ല, അതെനിക്കറിയില്ല. കാരണം ഒന്നാമത് എനിക്ക് ഇവരെ പരിചയമില്ല. എനിക്ക് ആരാന്ന് പോലും അറിയില്ല. ഞാനിപ്പോ ഫോറസ്റ്റ് വണ്ടി നിർത്തിയിട്ടത് നിർത്തിയത് കൊണ്ടാണ് മാത്രമാണ് അവര് പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്നതുകൊണ്ട് കണ്ടുകൊണ്ടാണ് എന്താക്കിയത് ഞാനത് വീഡിയോ എടുക്കാൻ കാരണം. പിന്നെ അല്ലാതെ ഇതൊരു വേറൊരു ഉദ്ദേശത്തിനോ ജസ്റ്റ് ഒരു ഞാൻ ചോദിച്ചു, വന്നവര് ഈ ആൾക്കാർ അങ്ങോട്ട് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയോ എന്നാണ് ചോദിച്ചത്.
അല്ല അതെനിക്ക് അറിയില്ല. കാരണം അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന രൂപത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അല്ലാതെ അവർ വേറെ എന്തെങ്കിലും രൂപത്തിൽ പ്രകോപനം ഉണ്ടാക്കിയോ ഇനി അത് കാരണമാണോ അറ്റാക്ക് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഒന്നാമത് ഞാൻ കുറച്ച് ദൂരത്താണുള്ളത്. അത്ര അടുത്ത് പോയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി എനിക്ക് ക്ലാരിറ്റിയിൽ പറയാൻ കഴിയും. കുറച്ച് ദൂരത്താണ്. ഞാൻ ഫോണിൽ അത്ര ഹൈ 5x സൂമിൽ ഇട്ടിട്ടാണ് എന്താക്കിയത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ സമയത്ത് വേറെ വാഹനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ. ഒരു ലോറി ആ വഴിക്ക് കടന്നു വന്നു. അത് ആ വീഡിയോയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവര് രക്ഷപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധ മാറിപ്പോയി കാണും. അതെ, ആയിരിക്കാം. കാരണം ഇങ്ങനെ ഒരു പരാക്രമ സ്വഭാവമുള്ള മൃഗങ്ങളൊക്കെയാണോ അവിടെ സാധാരണ അതുവഴി സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ, ആ പ്രദേശത്തെ മനസ്സിലാക്കുന്ന ആളെന്ന നിലയിലും? ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ അങ്ങനെ വഴി സഞ്ചരിക്കുന്ന ഒരാളല്ല. ഞാൻ വർഷത്തില് വെക്കേഷൻ വരുമ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരാന്നല്ലാതെ സാധാരണ സഞ്ചരിക്കുന്ന ആളല്ല. പിന്നെ ഫോറസ്റ്റുമായിട്ട് കുറച്ച് പരിചയമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മറ്റേ വിളിച്ചോ ആരെങ്കിലും? ഇല്ല, ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. ശരി, എന്തായാലും സവാദ്, ഇതൊരു ഇൻഫർമേഷനായി മാറട്ടെ. വൈറൽ എന്നൊക്കെ നമുക്ക് പറയുന്നതിനപ്പുറത്ത് അത് ഷെയർ ചെയ്യപ്പെടുമ്പോഴൊക്കെ ഇതിനകത്തൊരു ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. കാരണം വന്യജീവികളാണ്, അവരുടെ ആവാസ വ്യവസ്ഥയിലേക്കൊക്കെ നമ്മൾ അതുവഴി പോകുമ്പോൾ ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. വളരെ നന്ദി സവാദ്, കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചതിന്.